ഖുർആൻ യാത്രയുടെ 29-ാം ദിവസം തബാറക്ക ജുസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തു അൽ മുൽക്ക് മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയുള്ള 11 സൂറത്തുകൾ അടങ്ങുന്ന 29-ാം ജുസ്. അള്ളാഹുവിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചുള്ള ബോധവും പരലോക നാളിലെ അനിവാര്യമായ വിചാരണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന മാർഗത്തിലെ ക്ഷമയും ഇതാണ് ജുസ് 29-ന്റെ കേന്ദ്ര പ്രമേയങ്ങൾ. പ്രപഞ്ചത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണെന്നും ജീവിതമരണങ്ങൾ മനുഷ്യനുള്ള പരീക്ഷണമാണെന്നുമാണ് സൂറത്തുൽ മുൽക്ക് പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിലെ കുറ്റമറ്റ ക്രമീകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ സൂറത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവ മഹിമയെ വാഴ്ത്തുകയും സത്യനിഷേധികളുടെ പരിഹാസങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ് സൂറത്തുൽ കലം. സമ്പത്ത് നൽകപ്പെട്ടപ്പോൾ നന്ദികേട് കാണിച്ച തോട്ടമുടമകളുടെ കഥയിലൂടെ അഹങ്കാരത്തിനെതിരെ ഇത് താക്കീത് ചെയ്യുന്നു. അന്ത്യദിനത്തിലെ അനിവാര്യമായ യാഥാർത്ഥ്യങ്ങളെയും മുൻകാല സമൂഹങ്ങളുടെ നാശത്തെയും സൂറത്തുൽ ഹാക്ക കഠിനമായ ഭാഷയിൽ വിവരിക്കുന്നുണ്ട്. വിധിനാളിൽ വിശ്വാസികളും അവിശ്വാസികളും കർമ്മരേഖകൾ നൽകപ്പെടുന്ന വ്യത്യസ്തമായ രീതികളെ ഇത് ചിത്രീകരിച്ചു വെക്കുന്നു. അന്ത്യനാളിലെ സംഭവ വികാസങ്ങളുടെ ഭയവിഹ്വലതയെക്കുറിച്ചും എന്നാൽ അത് വന്നെത്താൻ മനുഷ്യൻ വളരെ ലാഘവത്വത്തോടുകൂടി ധൃതി കാണിക്കുന്നതിനെ കുറിച്ചുമാണ് സൂറത്തുൽ മആരിജ് സംസാരിക്കുന്നത്. നമസ്കാരത്തിൽ നിഷ്ഠയുള്ളവരും ദാനധർമ്മശീലരുമായ വിശ്വാസികളുടെ ഉന്നത ഗുണങ്ങൾ ഈ സൂറത്ത് എടുത്തു പറയുന്നുണ്ട്. 950 വർഷം ക്ഷമയോടെ പ്രബോധനം ചെയ്ത പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രമാണ് സൂറത്തു നൂഹിൻ്റേത്. പശ്ചാത്താപത്തിലൂടെയും പാപമോചനത്തിലൂടെയും അള്ളാഹു നൽകുന്ന ഐഹികവും പാരത്രികവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ കേട്ട് വിശ്വസിച്ച അത്ഭുതകരമായ സംഭവമാണ് സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. അദൃശ്യലോകത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ തെറ്റായ ധാരണകളെ തിരുത്തുകയും തൗഹീദിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നുണ്ട് ഈ സൂറത്ത്. തഹജ്ജുദ് നമസ്കാരത്തിലൂടെ ആത്മീയമായ കരുത്തു നേടാൻ പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് സൂറത്തുൽ മുസമ്മിലിൽ. ഖുർആൻ സാവകാശത്തിലും വ്യക്തതയോടെയും പാരായണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അലസത വെടിഞ്ഞ് എഴുന്നേറ്റ് സ്വന്തം ജനങ്ങളെ സത്യത്തിലേക്ക് താക്കീത് ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ മുദ്ദസ്സിർ ആഹ്വാനം ചെയ്യുന്നു. നരകത്തിലെ കഠിനമായ ശിക്ഷകളെക്കുറിച്ചും സത്യനിഷേധികളുടെ ദുരന്തപൂർണമായ അന്ത്യത്തെക്കുറിച്ചും ഈ സൂറത്ത് മുന്നറിയിപ്പ് നൽകുന്നു. ഖിയാമത്ത് നാളിലെ ഭയവിഹ്വലതകളെക്കുറിച്ചാണ് കൂടുതലും സൂറത്തുൽ ഖിയാമ സംസാരിക്കുന്നത്. മരണസമയത്തെ മനുഷ്യന്റെ പരവശത്തെക്കുറിച്ചും ഈ സൂറത്തിൽ പരാമർശമുണ്ട്. സൂറത്തുൽ ഇൻസാനാകട്ടെ മനുഷ്യജീവിതം പരീക്ഷണമാണെന്ന് പറഞ്ഞു വെച്ച ശേഷം സത്യവിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച്, സ്വർഗീയ പ്രതിഫലങ്ങളെക്കുറിച്ച് സവിസ്തരം വിശദീകരിക്കുകയാണ്. സത്യനിഷേധികൾക്കുള്ള കഠിനമായ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുർസലാത്ത്, അതായത് ഈ ജുസ് അവസാനിക്കുന്നത്.